ഓം സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാം. എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ അത ഷഷ്ടിതമോധ്യായ. 60-ാമത്തെ അധ്യായത്തിലെ 21-ാമത്തെ ശ്ലോകം മുതൽ 40 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യേണ്ടത്. രുക്മിണിയുടെ പ്രണയകലഹം കണ്ട് ആനന്ദിക്കാൻ വേണ്ടി ഭഗവാൻ പറഞ്ഞ വാക്കുകൾ കേട്ട് രുക്മിണി ദുഃഖിതയായി മോഹാലസ്യപ്പെട്ട് വീണു. ഭഗവാൻ ഇതിനു മുമ്പ് ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? ഇത് കണ്ടതും ഭഗവാനും പ്രയാസമായി. ഭഗവാൻ പെട്ടെന്ന് രുക്മിണിയെ എടുത്ത് തന്റെ മടിയിൽ വെച്ച് ആശ്വസിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്റെ ദേഷ്യം കാണാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്, അല്ലാതെ നിന്നെ ദുഃഖിപ്പിക്കാൻ അല്ല. ഭഗവാന്റെ ദോഷങ്ങൾ തന്നെ പറഞ്ഞു, 16 ദോഷങ്ങൾ പറഞ്ഞു. ഇതിനുള്ള മറുപടിയാണ് രുക്മിണി കൊടുക്കുന്നത്. അത് 33 മുതൽ 47 വരെയുള്ള ശ്ലോകങ്ങളിലാണ്. അതാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടത്. നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 21. ഇതി ത്രൈലോകേശപതേ തഥാത്മന പ്രിയസ്യ ദേവ്യാ ശ്രുതപൂർവമപ്രിയം ആശുദ്ധ്യ ഭീതാ ഹൃദിജാതവേ വധു ചിന്താം ദുരന്താം രുദതീ ജഗാമഹ. ഇതി ത്രിലോകേശപതേ. മൂന്ന് ലോകത്തിലുമുള്ള ഈശ്വരന്മാർക്ക് കൂടി ഈശ്വരനായ, അതാണ് ത്രിലോകേശ. 3 ലോകങ്ങൾക്ക് ഈശ്വരന്മാർക്ക് പതയെ, ഈശ്വരന്മാർക്കുള്ള പതിയായിട്ടുള്ളവൻ, ഈശ്വരനായ ആത്മനഃ പ്രിയസ്യ, സ്വന്തം ഭർത്താവിന്റെ അശ്രുതപൂർവം, മുമ്പ് കേട്ടിട്ടില്ലാത്തതായ തതപ്രിയം, ആ പ്രിയത്തെ ഇത് ഇപ്രകാരം ആശുദ്ധ്യ ശ്രവിച്ചിട്ട് കേട്ടിട്ട് ഭീത, ഭയപ്പെട്ടവളായി. രുക്മിണി ആകെ ഭയപ്പെട്ടു പോയി. അപ്പൊ നിന്റെയുള്ള ഇഷ്ടം കൊണ്ടല്ല ഞാൻ നിന്നെ വിവാഹം ചെയ്തത്, ശിശുപാരാദികളുടെ അഹങ്കാരം ശമിപ്പിക്കാനാണെന്നൊക്കെ പറഞ്ഞപ്പോ രുക്മിണി ആകെ ഭയപ്പെട്ടു പോയി. തന്നെ ഇനി ഉപേക്ഷിക്കുമോ എന്ന് തന്നെ വിചാരിച്ചു. ഹൃദയത്തിൽ ജാതവേപതു, വിറയലുണ്ടായി. രുദതി, അവൾ കരഞ്ഞു, ഭയങ്കരമായിട്ട് ദുഃഖിച്ച് കരഞ്ഞു. കരയുന്നവളായിരിക്കുന്ന ദേവി രുക്മിണി ദുരന്ത, അറ്റമില്ലാത്ത ചിന്താ, വിചാരത്തെ ജഗാമ, പ്രാപിച്ചു. കഷ്ടം. അപ്പോ രുക്മിണി ഇതുവരെ കേട്ടിട്ടില്ലാത്ത കാര്യമാണ്. ഇത് കേട്ടപ്പോ രുക്മിണിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. എന്തുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞെന്നും അറിഞ്ഞുകൂടാ. രുക്മിണി കരഞ്ഞു. ദേഷ്യമൊന്നും വന്നില്ല, ദുഃഖമാണുണ്ടായത്. ദുഃഖിച്ച രുക്മിണി കരയുന്നു. വിധിത്രിലോകേശപതേസ്തതാത്മന പ്രിയസ്യ ദേവ്യാശ്രുതപൂർവമപ്രിയം ആശ്രിത്യ ഭീത ഹൃദിജാതവേ വധു ചിന്താം ദുരന്താം രുദതീ ജഗാമഹ. ശ്ലോകം 22. പദാ സുജാതേന നഖാരുണശ്രിയാ ഭുവൻ ലിഖന്ത്യശ്രുഭിർ അഞ്ജനാസിതൈഃ ആസിഞ്ചതി കുങ്കുമരൂഷിതൗസ്തനൗ തസ്ഥാവധോ മുഖ്യ അതിദുഃഖരുദ്ധവാക്. പദാ സുജാതേന നഖാരുണശ്രിയ, നഖങ്ങളാൽ അരുണകാന്തിയോടുകൂടിയതായും, സുജാതേന, മനോഹരമായിരിക്കുന്ന പാദത്താൽ ഭ്രുവം, ഭൂമിയെ, ലിഖന്തി, ലേഖനം ചെയ്യുന്നവളായി വരച്ചു. അതായത് കാലുകൊണ്ട് ഭൂമിയിൽ ഇങ്ങനെ വരയ്ക്കുകയാണ്. അഞ്ജനാസിതൈ, അഞ്ജനം നിമിത്തം കറുത്തിരിക്കുന്ന അശ്രുഭി, കണ്ണീരുകളാൽ, കുങ്കുമ രുഷിത, കുങ്കുമങ്ങളോടുകൂടിയ സ്തനം, അതായത് കണ്ണുനീരൊലിച്ച് കുജത്തിലുള്ള കുങ്കുമമെല്ലാം ഒലിച്ചുപോയി. ആസിഞ്ചത്, ഏറ്റവും നനയ്ക്കുന്നവളായിട്ട്, സ്തനങ്ങളെ നനയ്ക്കുന്നവളായി, അധോമുഖി, കീഴ്പോട്ട് നോക്കി നിൽക്കുന്നവളായി, അതിദുഃഖ രുദ്ധവ, ദുഃഖനിമിത്തം തടയപ്പെട്ട വാക്കുകളോടുകൂടിയവളായി തസ്ഥൗ സ്ഥിതി ചെയ്തു.
അപ്പൊ രുക്മിണിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. സങ്കടം വന്ന് കാലുകൊണ്ട് ഭൂമിയിൽ, നഖം കൊണ്ട് ഭൂമിയിൽ വരച്ചു നിൽക്കുന്നു. അത് കണ്ടാൽ തോന്നും അതിദുഃഖമുണ്ടായി ഭൂമിയിൽ ദ്വാരമുണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന് തോന്നും. തനിക്ക് അതൃപ്തി വന്നിരിക്കുന്നു, അതുകൊണ്ട് തനിക്ക് പ്രവേശിക്കാൻ ഭൂമിയിൽ ദ്വാരമുണ്ടാക്കുന്നു. അതായത് സീത ഭൂമിയിലോട്ട് ദുഃഖം താങ്ങാതെ പോയതുപോലെ ഭൂമി പിളർന്നു പോകണമോ എന്ന് തോന്നും. പിന്നെ കണ്ണിൽ മഷി എഴുതിയിട്ടുണ്ട്. കരഞ്ഞപ്പോൾ ആ മഷിയെല്ലാം, കൺമഷിയെല്ലാം ഒലിച്ച് കുജകുങ്കുമങ്ങൾ കൊണ്ട് ലിപ്തമായ ആ സ്ഥലങ്ങളിലൊക്കെ വീണു. അതായത് കുജത്തിലെ കുങ്കുമങ്ങളെ കഴുകിക്കളയോ എന്ന് തോന്നുമാറ് കണ്ണുനീരൊലിച്ചു. അക്ഷരം എന്തെങ്കിലും പറയാമെന്ന് വിചാരിച്ചിട്ട് ഒന്നും തൊണ്ടയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നില്ല. അങ്ങനെ മുഖം താഴ്ത്തിക്കൊണ്ട് രുക്മിണി നിന്നു. ശ്ലോകം 22 ഒന്നൂടെ. വദാ സുജാതേന നകാരുണ ശ്രിയ ഭ്രുവം ലിഗന്ധ്യ ശ്രുഭിരഞ്ജനാസിതൈ ആസിഞ്ചതി കുങ്കുമരൂഷിതൗസ്തനോ തസ്താവതോ മുഖ്യ അതിദുഃഖരുദ്ധവാഗ്. ശ്ലോകം 23. തസ്യാസു ദുഃഖ ഭയശോക വിനിഷ്ടബുദ്ധേർ ഹസ്താശലത് വലയതോ വ്യജനം പപാദ ദേഹശ്ച വിക്ലവധിയഃ സഹസൈവ മുഹ്യൻ ജംഭേവ വായുവിഹിത പ്രവിഹീര്യ കേശാൻ. തസ്യാഹ സുദുഃഖ ഭയശോക വിനിഷ്ടബുദ്ധേഃ ഹസ്താദ് ശ്ലഥത് വലയതഃ വ്യജിനം പപാദ ദേഹഃ ച വിക്ലവധിയഃ സഹസ ഏവ മുഖ്യൻ രംഭ ഇവ വായുവിഹത പ്രകീര്യ കേശാൻ. തസ്യാഹ സുഖദുഃഖ ഭയശോക വിനിഷ്ടബുദ്ധി. സുഖയല്ല, സുദുഃഖ ഭയശോക. സുദുഃഖ അധികരിച്ച ദുഃഖം, ഭയം, ശോകം ഇവയാൽ വിനിഷ്ടബുദ്ധി നശിച്ച ബുദ്ധിയോടുകൂടി, വിചാരശക്തിയോടുകൂടി ഇരിക്കുന്ന തസ്യാഹ അവളുടെ ശ്ലതത് വലയഹ ഊരി വീണ വളകൾ എന്നുവെച്ചാൽ ആകെ പ്രയാസമായി, ശരീരമൊക്കെ തളർന്നു ക്ഷീണിച്ചു. അപ്പൊ വളകളൊക്കെ അങ്ങ് ഊരിപ്പോയി. ഹസ്താദ് കയ്യിൽ നിന്ന് വ്യജന ചാമരം പപാദ തറയിൽ വീണു. വിക്ലവധിയഹ പരവശയായ ബുദ്ധി നിമിത്തം മുഖ്യൻ മോഹത്തെ പ്രാപിച്ച ദേഹ ശരീരവും കേശാൻ തലമുടികളെ പ്രവിഹീര്യ ചിതറിക്കൊണ്ട് വായുവിഹിത കാറ്റിനാൽ ഹനിക്കപ്പെട്ട രംഭായുവ വാഴ എന്ന പോലെ സഹസ പെട്ടെന്ന് പപാത വീണു. അപ്പം രുക്മിണി മോഹാലസ്യപ്പെട്ട് വീണു. പെട്ടെന്ന് വീണ വാല വെട്ടിയിട്ട വാഴ തടി എന്ന് പറയില്ലേ, വാഴത്തട പോലെ എന്ന് പറയൂലേ, അതുപോലെ വാഴ വീണതുപോലെ രുക്മിണി മോഹാലസ്യപ്പെട്ട് തറയിൽ വീണു. കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് കേട്ടത്. തസ്യാസു ദുഃഖ ഭയശോക വിനിഷ്ട ബുദ്ധേർ ഹസ്താശ്ലഥത് വലയതോ വ്യജനം പപാദ ദേഹശ്ച വിക്ലവധിയ സഹസൈവ മുഹ്യൻ രംഭേവ വായുവിഹിത പ്രവിഹീര്യ കേശാൻ. ശ്ലോകം 24. തദ്ദൃഷ്ട്വാ ഭഗവാൻ കൃഷ്ണ പ്രിയായ പ്രേമബന്ധനം ഹാസ്യ പ്രൗഢിം അജാനന്ത്യ കരുണാസോനു അന്വകമ്പതാം. തദ്ദൃഷ്ട്വാ ഭഗവാൻ കൃഷ്ണ പ്രിയായ പ്രേമബന്ധം ഹാസ്യ പ്രൗഢിം അജാനന്ത്യ കരുണഃ സഹ അന്വകമ്പത. കരുണയുള്ളവനും ഭഗവാൻ ഐശ്വര്യപൂർണനുമായ സഹകൃഷ്ണ കൃഷ്ണൻ ഹാസ്യപ്രൗഢി ഹാസ്യത്തിന്റെ ഗാംഭീര്യത്തെ അജാനന്ദ അറിയാത്ത പ്രിയയുടെ പ്രേമബന്ധനം പ്രേമദാർഢ്യ രൂപമായ തത് അതിനെ പതനത്തെ ദൃഷ്ട കണ്ടിട്ട് അന്വകമ്പത കാരുണ്യം ഉണ്ടായി ഭഗവാന്. ഇപ്പൊ ഭാര്യയുടെ പ്രേമാവേശം നിമിത്തമുണ്ടായ പതനം കണ്ട കൃഷ്ണൻ, ഇവൾ ഹാസ്യ രസചാതുര്യം ഒട്ടും അറിയാത്തവളാണ്. ഈ പരിഹാസം പറഞ്ഞപ്പോൾ അതൊന്നും തമാശയൊന്നും
ഇവൾക്ക് ഒട്ടും അറിഞ്ഞുകൂടാത്തവളാണ്, അവൾ വല്ലാതെ ദുഃഖിച്ചല്ലോ എന്ന് വിചാരിച്ച് ഭഗവാന് കാരുണ്യം തോന്നി. തദ്ദൃഷ്ട്വാ ഭഗവാൻ കൃഷ്ണ പ്രിയായ പ്രേമബന്ധനം ഹാസ്യ പ്രൗഢിമജാനന്ദ്യ കരുണസ്വാനുകമ്പത. ശ്ലോകം 25. പര്യങ്കാതവരുഹ്യാശു തമ്മുത്ഥാപ്യ ചതുർഭുജ കേശാൻ സമുഖ്യ തദ്വക്ത്രം പ്രാമൃശത് പത്മപാണിന. പര്യങ്കാത് അവരുഹ്യ ആശു താം ഉത്ഥാപ്യ ചതുർഭുജ കേശാൻ സമുഖ്യ തദ്വക്ത്രം പ്രാമൃജത് തത് പത്മപാണിന. ചതുർഭുജ, 4 കൈകളോട് കൂടിയവൻ ഭഗവാൻ 4 കൈകൾ കൊണ്ടും ആശു ഉടനെ പര്യങ്കാത് ശയ്യയിൽ നിന്ന് അവരുഹ്യ ഇറങ്ങിയിട്ട് താം അവളെ ഉത്ഥാപ്യ എഴുന്നേൽപ്പിച്ച് കേശാൻ തലമുടിയൊക്കെ അഴിഞ്ഞു വീണ അതിനെയൊക്കെ ബന്ധിച്ച് പത്മപാണിന താമരപ്പൂ പോലെ മൃദുവായ കൈകൊണ്ട് തദ്വക്ത്രം അവളുടെ മുഖത്തെ പ്രാമിച്ച തലോടി. അപ്പൊ രുക്മിണി മോഹാലസ്യപ്പെട്ട് വീണ ഉടനെ ഭഗവാന് കാരുണ്യം തോന്നി അവളെ കോരിയെടുത്ത് തന്റെ മടിയിൽ വെച്ച് അഴിഞ്ഞു കിടന്ന തലമുടിയൊക്കെ കെട്ടി മാറത്തണച്ച് താമരപ്പൂ പോലെ മൃദുവായ കൈകൾ കൊണ്ട് അവളുടെ മുഖം തലോടി. അപ്പൊ എഴുന്നേൽപ്പിക്കുക, തല കെട്ടുക, മുഖം തലോടുക, മാറത്തണയ്ക്കുക എന്നീ പ്രവൃത്തികൾ ഒരേ സമയത്ത് നടത്താനായി ഭഗവാൻ 4 കൈ, അതാണ് ചതുർഭുജം, 4 കൈകളോടുകൂടിയുള്ള ദിവ്യ വിഗ്രഹം പ്രകാശിപ്പിച്ചു എന്ന് കാണിക്കാനാണ് ഇവിടെ ചതുർഭുജക എന്ന പ്രയോഗം എടുത്തിരിക്കുന്നത്. പര്യങ്കാതവരുഹ്യാശു താമുത്ഥാപ്യ ചതുർഭുജക കേശാൻ സമുഖ്യ തദ്വക്ത്രം പ്രാമൃജത് പത്മപാണിനാം. ശ്ലോകം 26. പ്രമൃജ്യ അശ്രുകുലേ നേത്രേ സ്തനൗ ചോപഹതൗ ശുജ ആശ്ലിഷ്യ ബാഹുനാ രാജൻ അനന്യവിഷയാം സതീം. പ്രാമൃജ്യ അശ്രുകുലേ നേത്രേ സ്തനൗ ച ഉപഹതൗ ശുജ ആശ്ലിഷ്യ ബാഹുന രാജൻ അനന്യവിഷയാം സതി. അടുത്ത ലൈനും കൂടെ വായിക്കാം, അടുത്ത ശ്ലോകം കൂടെ. സാന്തയാമാസ സാന്ത്വജ്ഞ കൃപയാ കൃപണാം പ്രഭു ഹാസ്യ പ്രൗഢി ഭ്രമച്ചിത്താം അദർഹാം സദാം ഗതി. സാന്ത്വയാമാസ സാന്ത്വജ്ഞഃ കൃപയാ കൃപണം പ്രഭു ഹാസ്യ പ്രൗഢ ചിത്താം അദർഹതാം സദാം ഗതി. രണ്ടാമത്തെ ലൈനാണ് ആദ്യം അന്വയിക്കുന്നത്. പ്രഭു സർവ സമർത്ഥനും സാന്ത്വജ്ഞഃ സാന്ത്വനത്തെ അറിയാവുന്നവനും, അവളെ സാന്ത്വനിപ്പിക്കാൻ അറിയാവുന്നവനും, സദാം സത്തുക്കളുടെ ഗതിഹി പ്രാപ്യസ്ഥാനവുമായ ഭഗവാൻ അശ്രുകുലേ കണ്ണുനീർ തുള്ളികളോടുകൂടിയ നേത്രേ കണ്ണുകളെയും, അത് 1-ാമത്തെ ലൈൻ, 26-ാമത്തെ ലൈനിൽ. ശുച കണ്ണീരിനാൽ ഉപഹതവും നനഞ്ഞ സ്തനവും സ്തനങ്ങളെയും പ്രമൃജ്യ തുടച്ചിട്ട് രാജൻ ഹേ രാജാവേ അനന്യവിഷയാം അന്യ ആശ്രയമില്ലാത്തവളും ഹാസ്യ പ്രൗഢി പ്രമ ചിത്താം ഹാസ്യഗംഭീരത്താൽ പ്രമിച്ച മനസ്സോടുകൂടിയവളുമായ സതി ആ പതിവ്രതയെ കൃപയാ കരുണയോടുകൂടി ബഹുന കൈകൾ കൊണ്ട് ആശ്ലിഷ്യ ആലിംഗനം ചെയ്തിട്ട് സാന്തയാമാസ സാന്ത്വനം ചെയ്തു. അപ്പോ ഭഗവാൻ കരുണ തോന്നി അവളുടെ കണ്ണുനീരൊക്കെ തുടച്ച്, അന്യാശ്രയമില്ലാത്തവളാണ്, അങ്ങനെയുള്ള അവളെ അവൾക്ക് ഹാസ്യ ചാതുര്യത്തെ അറിയാത്തതുകൊണ്ട് പരിഭ്രമിച്ചവളാണ് എന്ന് വിചാരിച്ച് കരുണയോടുകൂടി കൈ കൊണ്ട് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് സമാശ്വസിപ്പിച്ചു. സാന്ത്വയാമാസ സാന്ത്വജ്ഞ കൃപയാ കൃപണാം പ്രഭു ഹാസ്യ പ്രൗഢി ഭ്രമചിത്താം അദർഹാം സദാം ഗതിഹി. 26 വായിച്ചില്ല. പ്രമൃജ്യ ശ്രുകുലേ നേത്രേ തനൗ ചോപഹതൗ ശുജ ആശ്ലിഷ്യ ബാഹുനാ രാജൻ അനന്യവിഷയാം സതീം സാന്ത്വയാമാസ സാന്ത്വജ്ഞ
കൃപയാ കൃപണാം പ്രഭു ഹാസ്യപ്രൗഢി പ്രമച്ചിത്താം അതദർഹാം സദാം ഗതിഹി. ശ്ലോകം 28. ശ്രീ ഭഗവാനുവാച മാമാ വൈദർഭ്യാസൂയേഥ ജാനേ ത്വം മത്പരായണാം ത്വദ്വച ശോധുകാമേന ക്ഷേള്യാചരിതം അങ്കനേ. മാമാ വൈദർഭി അസൂയേഥ. വൈദർഭി, ഹേ വിദർഭരാജപുത്രി രുക്മിണി, മാം എന്നെ മാ അസൂയേഥ, ദോഷവാനെന്ന് വിചാരിക്കേണ്ട. അപ്പൊ നീ അകാരണമായി ദുഃഖിച്ചു, അതിനുള്ള ദോഷം എന്നിൽ ആരോപിക്കരുതേ. ത്വം, നിന്നെ മത്പരായണം, ഞാനാകുന്ന പരമാശ്രയത്തോടു കൂടിയവളായിട്ട് ജാനേ, അറിയുന്നു. നീ എന്നെ തന്നെ ആശ്രയിച്ചിരിക്കുന്നവളാണെന്ന് ഞാൻ അറിയുന്നു. അങ്ങനെ ഹേ സുന്ദരി, ത്വത്വചക, നിന്റെ വാക്കിനെ ശോധകാമേന, കേൾക്കാൻ ആഗ്രഹമുള്ള മയ, എന്നാൽ ക്ഷേള്യ, നേരം പോക്കായിട്ട് ആചരിതം, നേരം പോക്കായിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഇങ്ങനെ ഞാൻ നിന്റെ പ്രണയ കലഹരൂപമായ വാക്ഭംഗി കേട്ട് ആനന്ദിക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഇത് നീ തമാശയായിട്ട് എടുക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ശ്രീ ഭഗവാനുവാച മാമാ വൈദർഭ്യ അസൂയേത ജാനേ ത്വം മത്പരായണാം ത്വദ്വചശ്രോതു കാമേന ക്ഷേള്യാചരിതം അങ്കനേ. ശ്ലോകം 29. മുഖം ച പ്രേമ സംരംഭ സ്ഫുരിതാധരമീക്ഷിതം കടാക്ഷേപ അരുണാപാംഗം സുന്ദരഭൃഗുടീതടം. മുഖം ച പ്രേമ സംരംഭ സ്ഫുരിത അധരം ഈക്ഷിതും. പ്രേമ സംരംഭ സ്ഫുരിത അധരം, പ്രേമകോപത്താൽ ഇളകിയിരിക്കുന്ന ചുണ്ടുകളോടുകൂടിയതും കടാക്ഷേപ അരുണ അപാംഗം, കടാക്ഷങ്ങൾ കൊണ്ടുള്ള ആക്ഷേപത്താൽ ചുവന്നിരിക്കുന്ന അരുണ അപാംഗം, കണ്ണുകളോട് കൂടിയതും സുന്ദര ഭൃഗുടീതടം, സുന്ദരമായ പുരിക കൊടികളോട് കൂടിയവളും ആയ ആ മുഖത്തെ ഈക്ഷിതും ച, കാണാനായിക്കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നിന്റെ ആ മുഖം ദേഷ്യം വന്ന് കണ്ണൊക്കെ ചുവന്ന് പുരികക്കൊടിയൊക്കെ വളച്ച് നിന്റെ ആ മുഖത്തിന്റെ ദേഷ്യഭാവം കാണാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. മുഖം ച പ്രേമ സംരംഭ സ്ഫുരിതാധരമീക്ഷിതം കടാക്ഷേപ അരുണാപാംഗം സുന്ദര ഭൃഗുടീതടം. ശ്ലോകം 30. അയം ഹി പരമോ ലാഭോ ഗൃഹേഷു ഗൃഹമേധിനാം യത് നർമ്മൈർനീയതേ യാമ പ്രിയയാ ഭീരുഭാമിനി. ഭീരു, ഹേ ഭയശീലേ, ഭാമിനി, ഹേ സുന്ദരി, ഗൃഹേഷു, ഗൃഹങ്ങളിൽ, ഗൃഹമേധിനാം, ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങളെ ആചരിക്കുന്നവർക്ക്, പ്രിയയാ, പ്രേയസിയോട് ചേർന്ന്, നർമ്മൈ, നേരം പോക്കുകൾ കൊണ്ട്, യാമക, അല്പനേരം നീയതേയ, നയിക്കപ്പെടുന്നത് ഏതെന്നോ, യം ഹി, ഇത് തന്നെ പരമ ഉത്കൃഷ്ടമായ ലാഭം. അപ്പൊ കലഹിച്ചാൽ അത് എന്തൊരു സുഖമായിരിക്കും. കലഹം കഴിഞ്ഞ് വീണ്ടും ഒന്നിക്കുമ്പോൾ നല്ല സുഖമല്ലേ. സങ്കടങ്ങൾക്ക് ഇരിപ്പിടമായ ഗൃഹത്തിൽ വസിക്കുന്നവർക്ക് പലപ്പോഴും ദുഃഖങ്ങളൊക്കെ ഉണ്ടാകും. ഭഗവാൻ പറയാണ്, അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിക്ക് പരമ പ്രേമാസ്പദമായിരിക്കുന്ന പ്രിയയോട് ചേർന്ന് അല്പനേരം നേരം പോക്ക് പറയാമെന്നാണ് ഞാൻ വിചാരിച്ചത്. നേരം പോക്ക് പറയുമ്പോൾ നീ അതിന് തിരിച്ച് നേരം പോക്കുകൾ പറയും. അപ്പൊ അങ്ങനെ വന്നാൽ അത് തന്നെയാണ് ജീവിതത്തിലെ പരമലാഭം. മറ്റെന്ത് വിനോദമാണ് ഗൃഹസ്ഥാശ്രമികൾക്കുള്ളത്? എപ്പോഴും വലിയ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന കുറച്ച് ഇടയ്ക്കിടയ്ക്ക് തമാശ വേണ്ടേ? നീ ഭയശീലയായോണ്ട് നിനക്ക് ഈ രഹസ്യമൊന്നും അറിഞ്ഞുകൂടാ. അതിനാൽ നീ ദുഃഖിക്കരുതേ എന്ന് പറഞ്ഞ് ഭഗവാൻ ആശ്വസിപ്പിക്കുകയാണ്. അയം ഹി പരമോ ലാഭോ ഗൃഹേഷു ഗൃഹമേധിനാം യത് നർമ്മർനീയതേ യാമ പ്രിയയാ ഭീരുഭാമിനി. ശ്ലോകം 31. ശ്രീശുവാചാം സൈവം ഭഗവതാ രാജൻ വൈദർഭി പരിസ്വാന്തിതാ ജ്ഞാത്വാ തത്പരിഹാസോക്തി പ്രിയത്യാഗഭയം ജഗൗ.
സ ഏവം ഭഗവത രാജൻ വൈദർഭി പരിസാന്തിത ജ്ഞാത്വാ തത് പരിഹാസോക്തിം പ്രിയ ത്യാഗഭയം ജഗൗ. രാജൻ, ഹേ രാജാവേ, സാ വൈദർഭി, ആ രുക്മിണി, ഭഗവത ഏവം പരിസ്വാന്തിത, ഭഗവാനാൽ ഇപ്രകാരം സമാശ്വസിപ്പിക്കപ്പെട്ടവളായി, സമാധാനിപ്പിക്കപ്പെട്ടവളായിട്ട്, തത്പരിഹാസോക്തി, അദ്ദേഹത്തിന്റെ പരിഹാസ വാക്യത്തെ ജ്ഞാത്വം അറിഞ്ഞിട്ട്, അത് തമാശയായിട്ട് അറിഞ്ഞിട്ട്, പ്രിയ ത്യാഗഭയം, പ്രിയൻ ത്യജിക്കുമെന്നുള്ള ഭയത്തെ ഉപേക്ഷിച്ചു. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ രുക്മിണി എന്ത് വിചാരിച്ചു? എന്നെ ഇപ്പൊ ഉപേക്ഷിക്കുമെന്ന് എന്നെ വിചാരിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു ഇത് തമാശയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയുള്ള ഭയം രുക്മിണി ഉപേക്ഷിച്ചു. ശ്രീശുകവാച സൈവം ഭഗവതാ രാജൻ വൈദർഭി പരിസാന്തിത ജ്ഞാത്വാ തത്പരിഹാസോക്തിം പ്രിയത്യാഗഭയം ജഗവും. ശ്ലോകം 32. വിഭാഷ ഇർഷഭം പുംസാം വീക്ഷന്തി ഭഗവന്മുഖം സവ്രീഡഹാസരുചിര സ്നിഗ്ധാപാംഗേന ഭാരത. വിഭാഷ ഇർഷഭം പുംസാം വീക്ഷന്തി ഭഗവന്മുഖം സവ്രീഡഹാസരുചിര സ്നിഗ്ധ അപാംഗേന ഭാരത. ഭാരത, ഹേ ഭരതശ്രേഷ്ഠ, സവ്രീഡഹാസ, ലജ്ജാസഹിതമായ മന്ദഹാസത്തോടും രുചിര, മനോഹരമായ സ്നിഗ്ധാപാംഗേന, മൃദു കടാക്ഷത്തോടും കൂടി ഭഗവന്മുഖം, ഭഗവാന്റെ മുഖത്തെ വീക്ഷന്തി, നോക്കുന്നവളായി, പുംസാം ഋഷഭം, പുരുഷോത്തമനോട് ബഭാഷ പറഞ്ഞു. അപ്പൊ രുക്മിണിക്ക് സമാധാനമായി. ആ ഭഗവാൻ പറഞ്ഞതെല്ലാം തമാശയായിട്ടാണ്, ഒന്നും കാര്യമായിട്ട് അല്ല എന്ന് മനസ്സിലാക്കി. എന്നിട്ട് രുക്മിണി ഭഗവാനോട് പറയുന്നതാണ് ഇനിയുള്ളത്. 33 മുതൽ 47 വരെയുള്ള ശ്ലോകങ്ങൾ രുക്മിണി ഭഗവാൻ പറഞ്ഞതിന് മറുപടി പറയുന്നതാണ്. ബഭാഷ ഋഷഭം പുംസാം വീഷന്തി ഭഗവന്മുഖം സവ്രീഡഹാസരുചിര സ്നിഗ്ധാപാംഗേന ഭാരത. ശ്ലോകം 33. രുക്മിണി ഉവാച നന്വേവമേതരവിന്ദ വിലോചനാഹ യദ്വൈ ഭവാൻ ഭഗവതോ അസദൃശീ വിഭൂമ്ന ക്വാസേ മഹിമ്ന അഭിരതോ ഭഗവാൻ സ്ത്രതീശ ക്വാഹം ഗുണപ്രകൃതിർ അജ്ഞഗൃഹീതപാദ നനു ഏവം ഏതത് അരവിന്ദ വിലോചന ആഹ യദ് വൈ ഭഗവാൻ ഭഗവതഃ അസദൃശീ വിഭൂമ്ന ക്വാസേ മഹിമ്ന അഭിരതോ ഭഗവാൻ ത്രധീശ ക്വാ അഹം ഗുണപ്രകൃതി അജ്ഞഗൃഹീതപാദ. അരവിന്ദലോചന. രുക്മിണി പറയാണ്, താമരക്കണ്ണ, ഭവാൻ അങ്ങ് യഥാ യാതൊന്ന് പറഞ്ഞുവോ, ഏതത് ഇത്, ഏവം നനു അങ്ങനെ തന്നെയാണല്ലോ, അങ്ങ് പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്. ഓരോന്നായിട്ട് ഭഗവാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളായിട്ട് സമർത്ഥിച്ച് പറയുകയാണ്. അതാണ് ഇനിയുള്ള 33 മുതൽ 47 വരെയുള്ള ശ്ലോകങ്ങൾ. രുക്മിണി ഭഗവാൻ പറയുന്നതിനെ ഓരോന്നിനെയും സമർത്ഥിക്കുകയാണ്. വിഭൂമ്ന, സർവവ്യാപിയായിരിക്കുന്ന ഭഗവത, ഭഗവാന് അസദൃശി, തുല്യല്ല, സേ മഹിമ്നി, സോ മഹിമാവിൽ. അപ്പൊ ഭഗവാന് തുല്യല്ല ഞാൻ. കാരണം എന്താണ്? ഭഗവാൻ സർവവ്യാപിയാണ്. ഞാനാണെങ്കിലോ ഒരു സ്ത്രീ അല്ലേ, അതുകൊണ്ട് ഭഗവാന് സദൃശല്ല ഞാൻ. ഇവിടെ ഭഗവാൻ പറഞ്ഞത് നീ രാജകുമാരിയാണെന്ന്. രുക്മിണി പറയാണ് ഭഗവാൻ പറഞ്ഞ ശരി തന്നെ, ഭഗവാന് സദൃശയല്ല, സർവവ്യാപിയായിരിക്കുന്ന ഭഗവാന് തുല്യല്ല ഞാൻ. സ്വേ മഹിമ്നി, സ്വമഹിമാവിൽ ആഭിരത, ആനന്ദിച്ചിരിക്കുന്ന ത്രൈധീശ, ത്രധീശ എന്ന് വെച്ചാൽ 3 മൂർത്തികളുടെ ഈശ്വരനായ ഭഗവാൻ അങ്ങ് എവിടെ? അപ്പൊ അങ്ങ് ഈ 3 മൂർത്തികളുടെ ഈശ്വരനാണ്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ഈശ്വരനാണ്. അങ്ങ് എവിടെ ഇരിക്കുന്നു? ഈ തുച്ഛയമായ ഞാൻ എവിടെ? അജ്ഞഗൃഹീത പാത, അറിവില്ലാത്തവരാൽ സ്വീകരിക്കപ്പെട്ട പാദങ്ങളോടുകൂടിയവളും ഗുണപ്രകൃതി, ഗുണങ്ങളുടെ പ്രകൃതിയുമായ അഹം ഞാൻ എവിടെ?
കഹ എവിടെ, ക്വ എവിടെ. അപ്പൊ അങ്ങ് എവിടെ? എങ്ങും വ്യാപിച്ചിരിക്കുന്ന അങ്ങ്, മൂന്ന് മൂർത്തികളുടെയും നാഥനായ അങ്ങ് എവിടെയാണ്? ഈ പ്രകൃതി ഗുണങ്ങളുടെ പ്രകൃതിയായ ഞാൻ എവിടെയാണ് എന്ന് ചോദിക്കുകയാണ്. അതായത് അങ്ങയ്ക്കും എനിക്കും തമ്മിൽ എത്രയോ അന്തരമുണ്ട്. നാശരഹിതനായ അങ്ങ്, എല്ലാ പേർക്കും പരമാനന്ദത്തെ നൽകുന്ന അങ്ങ്, തുച്ഛ വിഷയ സുഖത്തെ ആശ്രിതന്മാർക്ക് നൽകാൻ ശക്തിയായ എനിക്കും തമ്മിൽ സാദൃശ്യം ഒരു വിധത്തിലുമില്ല. അതായത് ഇത് മഹാലക്ഷ്മിയാണല്ലോ, മഹാലക്ഷ്മിയുടെ അവതാരമാണ് രുക്മിണി. അപ്പൊ ഞാൻ തുച്ഛ വിഷയങ്ങളെ ഭക്തന്മാർക്ക് കൊടുക്കുകയുള്ളൂ, അങ്ങാണെങ്കിലോ മോക്ഷത്തെ തന്നെ കൊടുക്കുന്നതാണ്. അപ്പൊ അങ്ങ് എവിടെ, ഞാൻ എവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ സൗന്ദര്യം, ഐശ്വര്യം, മഹാപ്രഭുത്വം, സ്വാതന്ത്ര്യം മുതലായ ഉത്കൃഷ്ട ഗുണങ്ങളുള്ള അങ്ങയെ നികൃഷ്ടയായ ഞാൻ വരിച്ചത് ആലോചിച്ച് നോക്കിയാൽ അനുചിതം തന്നെയാണ്. അവിടെ പറഞ്ഞല്ലോ ഉത്തമനും അധമനും തമ്മിലുള്ള എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവിടെ പറഞ്ഞത് രുക്മിണി ഉത്തമനും ഭഗവാൻ അധമനും എന്നാണ് പറഞ്ഞത്. ഇവിടെ രുക്മിണി പറയാണ് അങ്ങ് മുകളിലും ഞാൻ ഇങ്ങ് താഴെ, ഞാൻ പ്രകൃതിയാണ്, അങ്ങ് എല്ലാത്തിന്റെയും ഈശ്വരനാണ്, അങ്ങക്ക് എല്ലാം നൽകാൻ സാധിക്കും. എനിക്കാണെങ്കിലോ ഭക്തന്മാർക്ക് നൽകാൻ സാധിക്കുന്നത് തുച്ഛമായ വിഷയത്തെ മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ. നന്വേവമേതരവിന്ദ വിലോചനാഹ യദ്വൈ ഭവാൻ ഭഗവതോ അസദർശി വിപൂന കോസേപു മഹിമ്യഭിരതോ ഭഗവാൻ സ്ത്രതീശ കോഹം ഗുണപ്രകൃതിർ അജ്ഞഗൃഹീതപാദ. ശ്ലോകം 34. സത്യം ഭയാദിവ ഗുണേഭ്യ ഒരു ക്രമാന്ത ഛേദേ സമുദ്ര ഉപലംഘന മാത്രാത്മാ നിത്യം കതീന്ദ്രിയഗണൈ കൃതവിഗ്രഹസ്ത്വം ത്വത്സേവകൈർ നൃപപദം വിദുതം തമോന്ധം. സത്യം ഭയാത് ഇവ ഗുണേഭ്യഃ ഉരുക്രമാന്തഃ ഛേദേ സമുദ്ര ഉപലംഘന മാത്ര ആത്മാ നിത്യം കത് ഇന്ദ്രിയഗണൈഃ കൃതവിഗ്രഹസ്ത്വം ത്വത്സേവകൈഃ നൃപപദം വിദുതം തമോന്തം. ഉരുക്രമാ, മഹാപരാക്രമി ആയുള്ളവനെ, അതായത് 3 അടി കൊണ്ട് 3 ലോകത്തെയും കീഴടക്കിയ, അല്ലയോ ത്രിവിക്രമ, അതുകൊണ്ടാണ് ഭഗവാൻ പരാക്രമൻ എന്ന് പേര് കിട്ടിയത്. അപ്പൊ അങ്ങയ്ക്ക് 3 അടി കൊണ്ട് 3 ലോകത്തെ കീഴടക്കി അങ്ങയ്ക്ക് ഭയമൊന്നുമില്ല. ആത്മാവായിരിക്കുന്ന ഭവാൻ അങ്ങ് ഗുണേഭ്യ ഗുണങ്ങളിൽ നിന്ന് ഭയാദിവ ഭയം ഹേതുവായിട്ടെന്ന പോലെ സമുദ്രത്തിൽ അന്തഹ ഉള്ളിൽ ശയിക്കുന്നു. അപ്പൊ അങ്ങ് ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അതും സത്യം തന്നെയാണ്. എന്താണ് കാരണം? ശബ്ദാദി വിഷയസുഖങ്ങളെ ശോഭിക്കുന്ന രജോ ഗുണ പ്രധാനികളായ രാജാക്കന്മാർക്ക് കാണാൻ കഴിയാത്ത വിധം പ്രജ്ഞാനഘന സ്വരൂപനും സർവാന്തരീയമായ അങ്ങ് ഹൃദയഗുഹയിൽ മാത്രം പ്രകാശിക്കുന്നത് പോലെ സമുദ്രാന്തർഭാഗത്തിൽ ചെന്നിരിക്കുന്നു എന്നുള്ളത് കളവല്ല. അപ്പൊ അങ്ങ് ഇവരിൽ നിന്നൊക്കെ ഒളിച്ച്, അതായത് അങ്ങ് ഹൃദയാന്തർഭാഗത്താണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ അങ്ങും ഈ ഗുണങ്ങളിൽ നിന്നും വിഷയങ്ങളിൽ നിന്നുമൊക്കെ മാറി സമുദ്രാന്തർഭാഗത്തിരിക്കുന്നു എന്ന് പറഞ്ഞതും ശരി തന്നെയാണ്. സത്യം, പരമാർത്ഥം. കതിന്ദ്രിയഗണൈ, തുച്ഛമായ ഇന്ദ്രിയഗണങ്ങളോട് ത്വം അങ്ങ് നിത്യം എപ്പോഴും കൃതവിഗ്രഹ ചെയ്യപ്പെട്ട യുദ്ധത്തോടു കൂടിയവനാണ്. അതാണല്ലോ ഭഗവാൻ ഹൃഷീകേശൻ എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങളുടെ നിയന്താവാണ് ഭഗവാൻ. അപ്പൊ തുച്ഛമായ ഇന്ദ്രിയങ്ങളോട് ഭഗവാൻ യുദ്ധം ചെയ്യുന്നവനാണ്. അതായത് ഈ ഗുണങ്ങൾക്കെല്ലാം അതീതനാണ് ഭഗവാൻ. അന്തന്തമ ഗൂഢ അന്ധകാര തുല്യമായിരിക്കുന്ന നൃപപദം രാജസ്ഥാനം ത്വത്സേവകൈ, അവിടത്തെ സേവകന്മാരാൽ വിദൂത ഉപേക്ഷിക്കപ്പെട്ടതാകുന്നു. അപ്പൊ ഇത് ഈ രാജപദവി എന്ന് പറഞ്ഞാൽ തുച്ഛമാണ്. അങ്ങയുടെ സേവകന്മാരായ പ്രഹ്ലാദൻ, പ്രിയവ്രതൻ മുതലായവർ രാജ്യം ഉപേക്ഷിച്ചു പോയില്ലേ? അപ്പൊ അതുകൊണ്ട് ഈ രാജാസനത്തെ അങ്ങ് ഉപേക്ഷിച്ചിരിക്കുന്നത് നല്ലത് തന്നെയാണ്. ഇത് തുച്ഛമായതാണ് രാജാസനം. അപ്പൊ അങ്ങ് പറഞ്ഞല്ലോ ഞങ്ങൾക്ക് രാജപദവി ഇല്ലെന്ന്. അത് നല്ലതാണ്, കാരണം ഈ തുച്ഛമാണല്ലോ, ഇത് പെട്ടെന്ന് പോകുന്നതാണ്, നശിച്ചു പോകുന്നു.
അങ്ങയുടെ സേവകന്മാർ പോലും ഈ രാജ്യഭോഗത്തെ നിസ്സാരമായി കരുതുന്നു. പ്രഹ്ലാദൻ, പ്രിയവ്രതൻ തുടങ്ങിയവര്. പ്രഹ്ലാദനൊക്കെ നരസിംഹമൂർത്തി വന്നപ്പോൾ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ അങ്ങയുടെ പാദഭക്തി മതി എന്നാണ് പറഞ്ഞത്. സത്യം ഭയാദിവ ഗുണേഭ്യ ഗുരുക്രമാന്ത ശേദേ സമുദ്ര ഉപലംബന മാത്രാത്മാ നിത്യം കത് ഇന്ദ്രിയ ഗണൈകൃത വിഗ്രഹസ്ത്വം ത്വത്സേവകൈർ നൃപപദം വിദുദം തമോന്തം. ശ്ലോകം 35. ത്വത്പാദ പത്മ മകരന്ത ജുഷാം മുനീനാം പത്മാസ്ഫുടം നൃപശുഭിർ നനു ദുർവിഭാവ്യം യസ്മാദലൗകികം ഇവേഹിതമീശ്വരസ്യ ഭൂമം സ്തവേഹിതമധോ അനു യേ ഭവന്തം. തത്പാദപത്മ മകരന്ത ജുഷാം, അങ്ങയുടെ പാദപത്മ ധ്യാനം നിമിത്തമുള്ള ആനന്ദത്തെ അനുഭവിക്കുന്ന മുനീന, മുനികളുടെ വർമ്മ മാർഗം അസ്ഫുടം, അസ്പഷ്ടവും നിർപശുഭി, പശുതുല്യമായ മനുഷ്യരാൽ ദുർവിഭാവ്യ, വിഭാവനം ചെയ്യാൻ സാധിക്കാത്തതുമാണ്. അപ്പൊ അങ്ങയുടെ പാദപത്മം ധ്യാനിക്കുന്ന മുനിമാർക്ക് പോലും അസ്ഫുടമായിരിക്കുന്ന അങ്ങയുടെ മഹത്വം പിന്നെ സാധാരണയുള്ള മനുഷ്യർക്ക് മനസ്സിലാവുമോ? പശുതുല്യരായ മനുഷ്യർക്ക് ഒട്ടും അടുക്കാൻ പറ്റാത്തതാണ്. യസ്മാത്, അതുകൊണ്ട് ഭൂമൻ, സർവവ്യാപിയായ ഭഗവാനെ, യാതൊരുത്തൻ ഭവന്തം, ഭഗവാനെ അനുസരിക്കുന്നുവോ, ഈഹിതം വ്യാപാരം അലൗകികം, ലോകമര്യാദയെ അനുസരിച്ച് അല്ല, അതോ അതുകൊണ്ടും ഈശ്വരസ്യ, എല്ലാറ്റിനെയും നിയമിക്കുന്ന തവ നിന്തിരുവടിയുടെ കിം, അങ്ങയുടെ പ്രവൃത്തി പിന്നെ പറയണമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങയെ ഭജിക്കുന്ന വിവേകികളായ സാധുക്കൾ ചെയ്യുന്ന വ്യാപാരം തന്നെ സാധാരണ ലോകരീതി അനുസരിച്ച് തുച്ഛമായ വിഷയഭോഗങ്ങളെ ആദരിച്ചുകൊണ്ടിരിക്കുന്ന അവിവേകികളായ ജനങ്ങളുടെ പ്രവൃത്തിയിൽ നിന്ന് എത്രയോ ഉയരെയാണ്. അപ്പോ അങ്ങ് സ്വരൂപാനന്ദത്തിൽ രമിക്കുന്നവനാണ്, ത്രിലോകമൂർത്തികളെയും ആനന്ദികളാക്കുന്നവനാണ്, സർവനിയന്താവാണ്. അങ്ങയുടെ പ്രവൃത്തി അലൗകികം എന്ന് പിന്നെ പറയണോ എന്ന് ചോദിക്കുകയാണ്. അതിനാൽ രണ്ട് സ്ഥിതിയും അങ്ങയിൽ സ്വതവേ ഇരിക്കുന്നത് ഉചിതം തന്നെയെന്ന് ഞാൻ പറയുന്നു. ത്വത്പാദപത്മ മകരന്ത ജുഷാമുനീനാം പത്മാസ്ഫുട നൃപശുഭിർനനു ദുർവിഭാവ്യം യസ്മാദലൗകികം ഇവേഹിതം ഈശ്വരസ്യ ഭൂമൻ സ്തവേഹിതമതോ നനുദേവബന്ധം നനുയേവബന്ധം. ശ്ലോകം 36. നിഷ്കിഞ്ചനോ നനുഭവാൻ ന യതോസ്തി കിഞ്ചിത് യസ്മൈ ബലിം ബലിഭുജോബി ഹരന്ത്യജാദ്യ നാത്വാവദൻ വിദന്തി അസുതൃഭോന്തക ആഠ്യതാന്ത പ്രേഷ്ടോ ഭവാൻ ബലിഭുജാമഭിതേഭി തുഭ്യം. നിഷ്കഞ്ചന നനുഭവാൻ ന യതഃ അസ്തി കിഞ്ചിത്, യതഃ യാതൊന്നിൽ നിന്ന് അന്യമായിട്ട് കിഞ്ചിത് അല്പവും നാസ്തി ഇല്ലയോ, അതായത് അങ്ങയെ കൂടാതെ യാതൊന്നില്ലയോ ഭവാൻ, അങ്ങ് നിഷ്കിഞ്ചനാനു, നിഷ്കിഞ്ചൻ തന്നെ. നിഷ്കിഞ്ചനൻ എന്ന് വെച്ചാൽ ദരിദ്രൻ എന്നുള്ള അർത്ഥമാണ് ഒരർത്ഥം പറയുന്നത്. അപ്പൊ ഇവിടെ അങ്ങയെ കൂടെ അന്യമായിട്ട് ഇവിടെ വേറെ ഒന്നും തന്നെ ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, പരിപൂർണ സ്വരൂപനായിരിക്കുന്ന അങ്ങ് നിഷ്കിഞ്ചനൻ തന്നെ, അല്ലാതെ ഒന്നുമില്ലാത്ത ദരിദ്രനെന്ന് അങ്ങ് പറയണ്ട. അങ്ങയെ കൂടാതെ ഇവിടെ ഒന്നുമില്ല എന്നുള്ള അർത്ഥം എടുത്താൽ മതി. ബലിഭുജ, പൂജയെ സ്വീകരിക്കുന്ന അജാദ്യ അഭി, ബ്രഹ്മാദികളും യസ്മ യാതൊരുവനായിക്കൊണ്ട് ബലിം പൂജയെ ഹരന്തിഹരിക്കുന്നു. ബലിപൂജയൊക്കെ സ്വീകരിക്കുന്ന ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാര് പോലും അങ്ങയ്ക്ക് പൂജയെ നൽകുന്നു. ആഠ്യതാന്ത, ആഠ്യം കൊണ്ട് അന്ധന്മാരായിരിക്കുന്ന അസുതൃവ, ഇന്ദ്രിയാധീനന്മാർ ത്വ, അങ്ങയെ അന്തകം, അന്തകനായിട്ട് ന വിദന്തി, അറിയുന്നില്ല. അപ്പോ വിഷയത്തിൽ ഭ്രമിച്ചു നടക്കുന്നവർ അങ്ങയെ അന്തകനായിട്ട് അറിയുന്നില്ല. അങ്ങ് കാലസ്വരൂപിയാണ്, കാലരൂപമായ അന്തകനാണ് അങ്ങ്, അതവരറിയുന്നില്ല. ബലിഭുജാം അഭി, ബലിഭുക്കുകൾക്കും ഭവാൻ, അങ്ങ്
പ്രേഷ്ടക പ്രേമാസ്പദനാകുന്നു. തേ അവർ തുഭ്യമഭി അങ്ങേക്കായിക്കൊണ്ട് പ്രേഷ്ടന്മാരുമാണ്. അപ്പൊ ബ്രഹ്മാദികൾ ഭക്തന്മാരുടെ അഭീഷ്ടങ്ങൾ നൽകുന്നു. ബ്രഹ്മാദികൾക്ക് പോലും നിന്ദിതയോടി അങ്ങയെ പൂജിക്കുകയാണ്. അവർക്കെല്ലാം ബ്രഹ്മാദികൾക്ക് പോലും സൃഷ്ടി വ്യാപാരങ്ങൾ നടത്താൻ തക്ക ശക്തി നൽകുന്ന മഹാപ്രഭുവായ അങ്ങ് ദരിദ്രൻ എന്ന് പറയുന്നതിൽ ഒരവകാശവുമില്ല. അപ്പോൾ ദാരിദ്ര്യം ഒന്നുമില്ല എന്നുള്ള അർത്ഥം അങ്ങേക്ക് യോജിക്കുന്നില്ല. അതായത് അങ്ങയിൽ നിന്ന് അന്യമായിട്ട് ഇവിടെ ഒന്നുമില്ല എന്ന് വേണം പറയാൻ. ആഢ്യന്മാർ അങ്ങയെ അറിയുന്നില്ല എന്ന് പറഞ്ഞതും വാസ്തവം തന്നെയാണ്. കാരണം ധനധാന്യാദി സമൃദ്ധികൾ വിചാരശൂന്യമായ ഇന്ദ്രിയങ്ങളെ സംതൃപ്തി വരുത്തുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആഢ്യന്മാർ അങ്ങയെ സേവിക്കുന്നില്ല. പലരും വിഷയസുഖങ്ങളുടെ പിന്നാലെ പോകുന്നു, അങ്ങയെ അവര് സേവിക്കുന്നില്ല. അത് സത്യം തന്നെയാണ്. നിഷ്കിഞ്ചനന്മാർ അങ്ങയെ സേവിക്കുന്നു, എന്നാൽ പണമില്ലാത്തവനോ അങ്ങയെ സേവിക്കുന്നു. കാരണം എന്താണ്? അങ്ങല്ലാതെ മറ്റൊരാശ്രയമില്ല എന്ന് അവർക്കറിയാം. അപ്പൊ ബ്രഹ്മാദി ദേവന്മാർ അങ്ങയെ ശ്രേഷ്ഠനെന്ന് കരുതി ഇരിക്കുന്നു. അങ്ങയെ സേവിക്കുന്നവരെ അങ്ങും ശ്രേഷ്ഠമായി കരുതുന്നു. ഭഗവാൻ പറയുമല്ല, ഞാൻ എന്റെ ഭക്തന്റെ ദാസനാണെന്ന് പറയും. അംബരീഷന്റെ ചക്രം ദുർവാസാവിന് പിറകെ പോയപ്പോൾ ദുർവാസാവ് ചെന്ന് വിഷ്ണുവിനെ ശരണം പ്രാപിച്ചപ്പോൾ വിഷ്ണു എന്ത് പറഞ്ഞു? എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല, ഞാൻ എന്റെ ഭക്തന്റെ ദാസനാണ്, ഭക്തന്റെ അടുത്ത് ചെന്നാലേ പറ്റുള്ളൂ, അംബരീഷന്റെ അടുത്ത് തന്നെ ചെല്ലൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങ് നിഷ്കിഞ്ചനൻ എന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല. നിഷ്കിഞ്ചൻ എന്ന് വെച്ചാൽ ദരിദ്രൻ എന്നുള്ള അതെന്ന് വെച്ചാൽ അങ്ങയെ കൂടാതെ അന്യമായിട്ട് ഇവിടെ ഒന്നുമില്ല. നിഷ്കിഞ്ചനോ നനുഭവാൻ യഥോസ്തി കിഞ്ചിത് യസ്മൈ ബലിം ബലിഭുജോഭി ഹരന്ത്യജാദ്യ നത്വാ വിദന്ത്യ സുദൃഭോ അന്തകമാഠ്യതാന്ത പ്രേഷ്ടോ ഭവാൻ ബലിഭുജാമഭി തേഭി തുഭ്യം. ശ്ലോകം 37. ത്വംവൈ സമസ്ത പുരുഷാർത്ഥമയഫലാത്മാ യദ്വാഞ്ചയാ സുമതയോ വിസൃജന്തി കൃഷ്ണം തേഷാം വിഭോ സമജിതോ ഭവത സമാജ പുംസസ്ത്രീയാശം രതയോ സുഖദുഃഖിനോർനാം. ത്വംവൈ അങ്ങ് തന്നെ സമസ്ത പുരുഷാർത്ഥമയ സകല പുരുഷാർത്ഥ സ്വരൂപമായിരിക്കുന്ന ഫലാത്മ ആനന്ദരൂപൻ സുമതയ ബുദ്ധിമാന്മാർ യദുവാഞ്ചയ യാതൊരു തരത്തിലുള്ള ആഗ്രഹത്താൽ കൃഷ്ണ എല്ലാത്തിനെയും വിസർജന്തി ഉപേക്ഷിക്കുന്നു. അപ്പൊ ബുദ്ധിമാന്മാർ എല്ലാത്തിനെയും ഉപേക്ഷിക്കുന്നു. ഹേ പ്രഭോ വിഭോ സർവവ്യാപിൻ തേഷാം അവർക്ക് ഭഗവതക നിന്തിരുവടിയുടെ സമാജ സംബന്ധം സമുചിതം ഏറ്റവും യോഗ്യം തന്നെയാണ്. രതയോഹോ രതരായും സുഖദുഃഖിനോഹോ സുഖദുഃഖികളുമായിരിക്കുന്ന പുംസഹ പുമാനും സ്ത്രീയഹ സ്ത്രീയും ന അല്ല. അപ്പൊ പരമാർത്ഥം അറിഞ്ഞിരിക്കുന്ന സാധുജനങ്ങൾ അങ്ങയെ സേവിക്കുന്നു. അവർ ധനധാന്യാദി വിഷയങ്ങളിലുള്ള ചിന്തയൊക്കെ ഉപേക്ഷിച്ച് അങ്ങയെ തന്നെ അങ്ങയുടെ സ്വരൂപത്തെ തന്നെ ഹൃദയകമലത്തിൽ ധ്യാനിക്കുന്നു. അങ്ങനെയുള്ള മഹാഭക്തന്മാർക്ക് മാത്രമേ അങ്ങയോട് സംബന്ധം ഉള്ളൂ. അല്ലാതെ ധനത്തിനോട് വിഷയാസക്തി ഉള്ളവർക്ക് അങ്ങയുടെ ഭക്തന്മാരായിരുന്നാലും അങ്ങയോട് സംസർഗം സിദ്ധിക്കുകയില്ല. അവർക്ക് വിഷയാസക്തി ഉണ്ടെങ്കിൽ അങ്ങയോട് സംസർഗം സിദ്ധിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് പ്രാകൃത സ്ത്രീ പുരുഷന്മാർ പരമാനന്ദ സ്വരൂപനായ അങ്ങയുടെ സംസർഗത്തിന് സമുചിതന്മാരല്ലാത്ത സ്ഥിതിക്ക് ഞാൻ അങ്ങയുടെ സമ്പർക്കത്തിന് യോഗ്യം അല്ല എന്ന് പറഞ്ഞത് സമ്മതിക്കുക തന്നെ. അപ്പൊ എനിക്കും അങ്ങയുടെ അത്ര യോഗ്യതയില്ല എന്ന് തിരിച്ചു
സ്ഥാപിക്കുകയാണ് രുക്മിണി. ത്വം വൈ സമസ്ത പുരുഷാർത്ഥമയഫലാത്മാ യദ്വാഞ്ചയാ സുമതയോ വിസൃജന്തി കൃഷ്ണം തേഷാം വിഭോ സമുചിതോ ഭവത സമാജ പുംസ്ത്രീയാശ്ചര്യതയോ സുഖദുഃഖിനോർനാം. ശ്ലോകം 38. ത്വം നസ്തദണ്ഡമുനിഭിർ ഗതിതാനുഭാവ ആത്മാത്മതശ്ച ജഗതാമിതി മേ വൃതോസി ഹിത്വാ ഭവദ്ഭ്രുവ ഉദീരിതകാലവേഗ ത്വസ്താശിഷോ അബ്ജഭവ നാഗപതിൻ കൃതോന്യാം. ത്വം ന്യസ്തദണ്ഡമുനിഭി ഗതിനാനുഭാവഃ. ന്യസ്തദണ്ഡമുനിഭി ഉപേക്ഷിക്കപ്പെട്ട പരപീഡനത്തോടുകൂടിയ മുനികളാൽ ഗതിതാനുഭാവഃ കീർത്തിക്കപ്പെട്ട മാഹാത്മ്യത്തോടു കൂടിയവനും ജഗതാം സകല ജനങ്ങളുടെ ആത്മാവും ആത്മാവിനെ ദാനം ചെയ്യുന്നവനും ത്വം അങ്ങ് തന്നെയാണ് എന്നറിഞ്ഞിട്ട് ഭവത്ഭ്രുവക അങ്ങയുടെ പുരികത്താൽ ഉദീരിത കാലവേഗ ത്വസ്താശിഷ പ്രേരിപ്പിക്കപ്പെട്ട കാലത്താൽ നശിക്കപ്പെട്ട മനോരഥത്തോടുകൂടിയ അബ്ജഭവ നാഗപതി. അബ്ജപദ ഭവ എന്ന് വെച്ചാൽ ബ്രഹ്മാവ്, നാഗപതി ഇന്ദ്രൻ. ബ്രഹ്മാവ്, ഇന്ദ്രൻ മുതലായവർ അന്യേകുത മറ്റുള്ളവരെ പിന്നെ എന്ത് ഹിത്വ ഉപേക്ഷിച്ചിട്ട് മേ എന്നാൽ വൃതാസി ഭരിക്കപ്പെട്ടവരായി ഭവിക്കുന്നു. ഇപ്പൊ പരമാർത്ഥം അറിഞ്ഞിരിക്കുന്ന വിവേകികൾ, അതായത് മുനിമാർ, സകലത്തിലും സമബുദ്ധിയുള്ളവരായിട്ട് പരപീഡ ആദി ക്ഷുദ്ര കർമ്മങ്ങൾ നിശേഷം ഉപേക്ഷിച്ച് സർവാന്തര്യാമിയായ അങ്ങയുടെ മാഹാത്മ്യം കീർത്തിക്കുന്നത് വ്യർത്ഥമായിട്ടല്ല. അവർ അനുഭവിക്കുന്ന പരമാനന്ദത്തെ ലോകത്തിലുള്ള സകല മനുഷ്യരും അറിഞ്ഞ് അനുഭവിക്കണം എന്നുള്ള കരുണ നിമിത്തമാണ്. അങ്ങയുടെ പുരികങ്ങളുടെ ചലനം എന്ന് പറയുന്നത് കാലസ്വരൂപമാണ്. ബ്രഹ്മാവ്, ഇന്ദ്രൻ തുടങ്ങിയവർ കൂടി കാലവേഗത്തിൽ ഉൾപ്പെട്ട് നശിച്ചു പോകുന്നു. ബ്രഹ്മാവിനും എല്ലാം നാശമുണ്ട്. പിന്നെ അന്യരായ ശിശുപാലം തുടങ്ങിയ രാജാക്കന്മാരുടെ കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഞാൻ അവരെയെല്ലാം ഉപേക്ഷിച്ച് അങ്ങയെ വരിച്ചു. കാരണം അങ്ങ് നാശരഹിതനാണ്. അതുകൊണ്ട് അറിവില്ലാതെയും ദീർഘാലോചന ചെയ്യാതെയും അല്ല അങ്ങയെ ഞാൻ വരിച്ചത്. അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, നിനക്ക് ആലോചന ചെയ്യാതെയാണ് നീ എന്നെ വരിച്ചതെന്ന്. അപ്പൊ പറയണ്ട, ഞാൻ ദീർഘാലോചന ചെയ്യാതെ അല്ല അങ്ങയെ വരിച്ചത്. കാരണം ഇപ്പൊ ബ്രഹ്മാവിനും ഇന്ദ്രനും അവർക്ക് പോലും നാശമുണ്ട്, ശിശുപാലാദി എല്ലാവർക്കും നാശമുണ്ട്. പക്ഷെ അങ്ങയ്ക്ക് നാശമില്ല. അതുകൊണ്ട് ഞാൻ ആ പരമാർത്ഥം അറിഞ്ഞു തന്നെയാണ് അങ്ങയെ വരിച്ചത്. അങ്ങയെ ഒഴിച്ച് അന്യരാരും കാലഭീതി ഇല്ലാത്തവരല്ല. എല്ലാവർക്കും കാലഭീതിയുണ്ട്. ത്വംനസ്തദണ്ഡമുനിഭിർ ഗതിതാനുഭാവ ആത്മാത്മതശ്ച ജഗതാമിതി മേ വൃതോസി ഹിത്വാ ഭവദ്ഭ്രുവ ഉദീരിത കാലവേഗ ത്വസ്താശിഷോ അബ്ജഭവനാഗപതീൻ കുതോന്യോ. ശ്ലോകം 30. ജാഠ്യം വജസ്തവ ഗതാഗ്രജയസ്തു ഭൂമാൻ വിദ്രാവ്യശാർങ്ങണ നിനദേന ജഘർത്ഥമാം ത്വം സിംഹോ യഥാ സ്വബലിമീശ പശൂൻ സ്വഭാഗം കേഭ്യോ ഭയാത് യദുതീം ശരണം പ്രപന്ന. ജാഠ്യം വജഃ തവ ഗതാഗ്രജ യഹ തൂ ഭൂപാൻ. ഗതാഗ്രജ, ഹേ ഗതന്റെ ജ്യേഷ്ഠ ഭഗവാനെ, ഈശ, ഹേ ഈശ്വര, യഹാത്വം, യാതൊരങ്ങ്, പശുവിൻ മൃഗങ്ങളെ വിദ്രാവ്യ ഓടിച്ചിട്ട് സ്വഭാഗം തന്റെ ഭാഗത്തെ സിംഹം യഥ സിംഹം എന്ന പോലെ. അപ്പൊ സിംഹത്തിന്റെ ഭാഗം മറ്റു മൃഗങ്ങൾ ഭക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യും? അവരെ ഓട്ടിച്ചിട്ട് സിംഹത്തിന്റെ ഭാഗം സിംഹം എടുക്കും. അതുപോലെയാണ് അങ്ങ് എന്ത് ചെയ്തു? ശാർങ്ങ നിനദേന, അങ്ങയുടെ ശാർങ്ങം എന്ന വെല്ലിന്റെ ശബ്ദം കൊണ്ട് ഭൂപാൻ രാജാക്കന്മാരെ വിദ്രാവ്യ ഓടിച്ചിട്ട് സ്വബലിമ്മ അങ്ങയുടെ അവകാശമായ എന്നെ ജഹർത്ത അങ്ങ് അപഹരിച്ചു. സഹാത്വം അങ്ങ് തേഭ്യ അവരിൽ നിന്ന് ഭയം ഹേതുവായിട്ട് ഉദതി സമുദ്രത്തെ ശരണം പ്രാപിച്ചു
യതെന്ന് ഏതെന്നതോ തവ വച അങ്ങയുടെ വാക്ക് ജാഠ്യം യോജിച്ചതല്ല. അപ്പോ ഈ രാജാക്കന്മാരെ എല്ലാം തോൽപ്പിച്ചിട്ട് അങ്ങ് എന്നെ അപഹരിച്ചു കൊണ്ടുവന്ന അങ്ങ് സമുദ്രത്തിൽ ചെന്ന് ഒളിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള രീതിയല്ല. അങ്ങയ്ക്ക് പേടിയൊന്നും ഇല്ല, അതങ്ങ് വെറുതെ പറഞ്ഞതാണ്. അങ്ങയുടെ വില്ലിന്റെ ശബ്ദം കൊണ്ട് തന്നെ ഈ ശത്രുക്കളെല്ലാം ഓടിപ്പോയി. ഇപ്പൊ ഗർജനത്താൽ മൃഗങ്ങളെ ഓടിച്ച സിംഹം അതിന്റെ ഭാഗത്തെ എന്ന പോലെയാണ് അങ്ങയുടെ വില്ലിന്റെ ഞാണലു ശബ്ദം കൊണ്ട് രാജാക്കന്മാരെ ഓടിച്ചിട്ട് അങ്ങയുടെ ഭാഗമായ എന്നെ അപഹരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ജാട്യം വജസ്തവ ഗതാഗ്രജയസ്തു ഭൂവാൻ വിദ്രാവ്യശാർഗ നിനദേന ജഹർത്തമാംതം സിംഹോ യഥാസു ബലിമീശ പശൂൻ വിഭാഗം തേഭ്യോ ഭയാത് യദുദതീം ശരണം പ്രപന്ന. ശ്ലോകം 40. യദ്വാഞ്ചയാ നൃപശിഖാമണയോംഗ വൈന്യ അജായന്തനാഘുഷ ഗയാദയ ഐകപത്യം രാജ്യം വിസൃജ്യ വിവശുർ മനമംബുജാക്ഷ സീദന്തി തേ അനുപദവീം തൈ ഇഹാസ്തിദാക്യം യത് വാഞ്ചയാ ഏതൊരുത്തനിൽ ഉള്ള ആശയാൽ നൃപശിഖാമണയ രാജശ്രേഷ്ഠന്മാരായ അംഗരാജാവ് വൈന്യൻ എന്ന് വെച്ചാൽ വേനന്റെ പുത്രൻ പൃഥു, അജായന്ത ഭരതൻ, നാഗുഷൻ, ഗയൻ മുതലായവർ, ആദയ മുതലായവർ ഐകപത്യം ഏകനായ അധിപതിയോടുകൂടിയ രാജ്യത്തെ വിസർജ്യ ഉപേക്ഷിച്ചിട്ട് വനം കാടിനെ വിവശതു പ്രവേശിച്ചു. അപ്പോൾ ഇവരെല്ലാം പ്രസിദ്ധന്മാരായ രാജാക്കന്മാരാണ്. വേനനും പൃഥു, ഭരതൻ, നാഗുഷൻ, ഗയൻ ഇവരൊക്കെ അവസാനം കുറെ കാലം രാജ്യം ഭരിച്ചിട്ട് അതെല്ലാം ഉപേക്ഷിച്ച് വനത്തിൽ പോയി അങ്ങയുടെ പദവി മാർഗത്തെ ആസ്ഥിത പ്രാപിച്ചവരായ അവർ അംബുജാക്ഷാഹേ താമരലോചന ഇഹ ഇവിടെ സീതന്തിക്കും അവർ തളരുന്നുവോ, അവർ സംസാരത്തിൽ ക്ലേശം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണോ? അങ്ങയെ ആരാശ്രയിക്കുന്നു അവർ വിവേകികളാണ്. അതിനാൽ അങ്ങയെ ആശ്രയിച്ച ഞാനും ഇതുപോലെ തന്നെ വിവേകമുള്ളത് തന്നെയാണ്. ഞാനിവിടെ ക്ലേശിക്കുകയല്ല, കാരണം ഞാൻ അങ്ങയെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അങ്കൻ, അതുപോലെ പൃഥു, ഭരതൻ ഇവരൊക്കെ ആരെ ആശ്രയിച്ചോ ആ അങ്ങയെ തന്നെയാണ് ഞാനും ആശ്രയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ ദുഃഖമൊന്നും അനുഭവിക്കുകയില്ല എന്ന് പറയുകയാണ്. യദ്വാഞ്ചയാ നൃപശിഖാമണയോംഗ വൈന്യ അജായന്തനാഘുഷ ഗയാദയ ഐഹപത്യം രാജ്യം വിസൃജ്യ വിവിശുർ വനമംബുജാക്ഷ സീതന്തിതേ അനുപദവീം തൈഹാസ്തിദാക്യം. ഇനി ബാക്കി ഭാഗം, ഇനിയും രുക്മിണിയുടെ മറുപടി ഇനിയുണ്ട്, കുറച്ചുകൂടെ രുക്മിണിയുടെ മറുപടിയുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ് ചർച്ച ചെയ്യാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്.